ലെവിൻ ഇന്ന് സംസാരിച്ച ആളുകളാണ് അവിടെ ഈ അപകടത്തിൽപ്പെട്ടത്. ലെവിനോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ആളുകൾ അടക്കമുള്ള ആളുകൾ ഇതിനിടയിൽ പെട്ടിട്ടുണ്ട്. പക്ഷെ ആരൊക്കെ മരണപ്പെട്ടു, ആർക്കൊക്കെയാണ് ഇപ്പോൾ പരിക്ക്, ആരാണ് ചികിത്സയിലുള്ളത് എന്ന കാര്യത്തിലൊന്നും അറിയില്ല. പക്ഷേ വളരെ വൈകാരികമായി തന്നെ നേരിട്ട് സംസാരിച്ച ആളുകൾ മണിക്കൂറുകൾക്ക് ശേഷം ഇത്തരത്തിലൊരു ദുരന്തത്തിൽ പോകുന്നത് ലെവിൻ നേരിട്ട് കണ്ട അനുഭവമാണ്. എന്തായാലും ഇപ്പോഴും അവിടെ ഒരു തെരച്ചിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുകയാണ്. അവിടെയുള്ള വിവരങ്ങൾ. രുചീഷ്, തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒരു ഭാഗത്ത് ഫയർഫോഴ്സ് അവരുടെ ഒരു പകുതി ജോലി പൂർത്തീകരിച്ചു എന്ന് പറയാം. കാരണം നേരത്തെ പുകഞ്ഞുകൊണ്ടിരുന്നതും കത്തിക്കൊണ്ടിരുന്നതുമായിട്ടുള്ള പല സ്ഥലങ്ങളിലും അവർക്ക് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ഫോഴ്സിന് ഈ അപകട സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ അപകടം നടന്ന സ്ഥലത്തിൻ്റെ ആകാശ ദൃശ്യങ്ങൾ നമുക്ക് വേഗത്തിൽ തന്നെ സ്ക്രീനിൽ എത്തിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു ഭീകരത, ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു കുറച്ചേറെ സ്ഥലം അത് നാമാവശമായി പോയി നിന്ന ആ ഒരു കാഴ്ച ഡ്രോൺ ക്യാമറ വിഷ്വൽസിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ പ്രദേശത്തിന് തൊട്ടടുത്തുണ്ടായിരുന്ന അയൽവാസി കൂടിയായിട്ടുള്ള ആൾ കൂടി ചേരുകയാണ്. ചേട്ടാ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് ഇവിടുന്ന് 2 കിലോമീറ്റർ പാടം തുടങ്ങുന്നത് എൻ്റെ മുന്നിലാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ സൗണ്ട് കേട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടേക്ക് ഓടി വരുന്നത്. ഓടി വന്ന വഴിക്ക് പിന്നെ നോക്കുമ്പോൾ ഒന്നും 2 സൗണ്ട് കേട്ടു. ആദ്യത്തെ സൗണ്ട് കേട്ടപ്പോൾ വിചാരിച്ചു മറ്റേ കിണറിൻ്റെ വെടിക്കെട്ടാവുന്നു വിചാരിച്ചു. രണ്ടാമത്തെ സൗണ്ടും അതിൻ്റെ ഒപ്പം വെടിക്കെട്ടിൻ്റെ സ്മെല്ലും 2 കിലോമീറ്റർ അകലേക്ക് തന്നെ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു സജീഷിൻ്റെ വെടിക്കെട്ട് പോലെയാണ് കത്തിരിക്കണേന്ന് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ ബൈക്ക് എടുത്തുകൊണ്ട് പോന്നു. അപ്പോഴാണ് ഇവിടുത്തെ ഈ ഭീകരമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സംഭവം. ഇവിടെ അവർ തന്നെ പറഞ്ഞു, എന്നോട് രാവിലെ സംസാരിച്ചവർ പറഞ്ഞു ഇങ്ങനെ അവർ പുതിയ പടക്കങ്ങളും വെടിക്കോപ്പുകളും ഒക്കെ പരീക്ഷിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കാറുണ്ടായിരുന്നു. അപ്പൊ നാട്ടുകാരുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ അവർക്ക് ഇഷ്ടമായിരുന്നു, അവരങ്ങനെ അപകടങ്ങളൊന്നും ഇല്ലാത്ത നിലയിൽ നല്ല നിലയിലായിരുന്നു അവർ ഇതുവരെ ജോലി ചെയ്തു വരുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്, ആദ്യമായിട്ടാണ്. ഇതിന് മുന്നേ വേലൂര് പഴയങ്ങാടിയിൽ യാക്കോവേട്ടൻ കടന്ന് തട്ടിയിരുന്നു. അപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ നോക്കിയാണെങ്കിൽ ഓല കൊണ്ടുപോയി അവിടെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ആ സൗണ്ട് ഇത്രയൊന്നും കേട്ടില്ലേ. ഇത് ഭീകരമായിട്ടുള്ള ഒരു സൗണ്ടാണ് നമ്മൾ കേട്ടത്. ഈ അപകടം നടന്നു എന്ന് മനസ്സിലായതിനു ശേഷം എത്ര വേഗത്തിൽ പോലീസിനും മറ്റു സംവിധാനങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റി? എത്തിയപ്പോൾ അതായത് ഞങ്ങൾ അപകടം നടന്ന വഴിക്ക് തന്നെ ആംബുലൻസ് ഞങ്ങൾ നമ്മുടെ പടിക്ക് കൂടി പോകണം മുന്നിൽ. അപ്പോൾ നോക്കിയപ്പോൾ ആംബുലൻസ് ഒരുവിധം പെട്ടെന്ന് ഇവിടെ ഓടി എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫോൺ വന്നു ഇങ്ങനെ അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ ഓടി വന്നു ഇവിടെ കാര്യങ്ങൾ ചെയ്യാനും പിടിക്കാനും ഓടി എത്താനും. ലെവിൻ, എന്തായാലും മരണസംഖ്യ ഉയരുകയാണ്. നേരത്തെ 8 മരണം എന്നതാണെങ്കിൽ ഇപ്പോൾ 12 മരണം സ്ഥിരീകരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ 12 മരണം സ്ഥിരീകരിക്കുകയാണ്. ഈ ദുരന്തത്തിൽ നേരത്തെ 23 പേരെയാണ് ആകെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്നത് എന്ന് സിറ്റി പോലീസ് കമ്മീഷണറും പറഞ്ഞിരുന്നു. അതിൽ 12 പേരും 23 പേരിൽ ആശുപത്രിയിൽ എത്തിച്ച 12 പേരും മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. മറ്റുള്ള ആളുകളാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 23 പേരെയാണ് അവിടെ നിന്ന് രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അത് ആ സ്ഥലത്ത് തന്നെ ചില ആളുകൾ മരണപ്പെട്ടിരുന്നു. ചിലരുടെ ശരീരഭാഗങ്ങളാണ് കിട്ടിയത്. ഇപ്പോൾ 12 മരണം സ്ഥിരീകരിക്കുകയാണ് ലെവിൻ. തീർച്ചയായും രുചീഷ്, അങ്ങനെ തന്നെയാണ്. നമുക്ക് മരണസംഖ്യ നമ്മൾ ഇതിൻ്റെ അനുഭവം മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ, ഇവിടെയുള്ള ആളുകളെ നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ സ്ഥലം ഇപ്പോൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ നിലയിലായിരിക്കില്ല മരണസംഖ്യ. ഇനിയും അത് ഉയരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അത് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു ആശങ്കപ്പെടുന്ന കാര്യം. കാരണം നമ്മൾ കണ്ട് സംസാരിച്ച് മണിക്കൂറുകൾക്ക് മുൻപ് കണ്ട് സംസാരിച്ച ആളുകളാണ് ഇവരിലേറെ പേരും എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായ സങ്കടവും വിഷവും ഒക്കെ. കാരണം അത്രയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇവർ ഓരോരുത്തരും നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളതായിരുന്നു എനിക്കിവിടെ രാവിലെ വരുമ്പോൾ നേരിട്ട് അനുഭവപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മനുഷ്യരൊക്കെ ഇപ്പോൾ ആ നിലയിലല്ല, അവർ ജോലി ചെയ്യുന്ന സ്ഥലവും ആ നിലയിലല്ല എന്ന് കാണുമ്പോൾ നമുക്ക് നേരിട്ട് അപകടത്തിൻ്റെ ആഘാതം എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയില്ലെങ്കിലും മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാര്യങ്ങളും മറ്റുമുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം കുറച്ച് ദുർഘടമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കാരണം വെളിച്ചം മങ്ങി തുടങ്ങുകയാണ്. വെളിച്ചം മങ്ങി തുടങ്ങുമ്പോൾ കൂടുതൽ ലൈറ്റിംഗ് സംവിധാനം വേഗത്തിൽ എത്തിച്ചില്ലെങ്കിൽ അത് ഈ രക്ഷാപ്രവർത്തനങ്ങളെ അടക്കം കാര്യമായി തന്നെ ബാധിക്കും. നമ്മളോടൊപ്പം തൃശ്ശൂർ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള പി പ്രസാദ് ചേരുകയാണ്. എന്താ ഇവിടെ നിന്നും ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ രക്ഷാപ്രവർത്തനമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? 12ഓളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇപ്പോൾ ഹോസ്പിറ്റൽ സൂപ്രണ്ടിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ്. നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് നമ്മളെല്ലാവരും കാണുന്ന കാഴ്ച നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പോഴാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതാണ്ട് 2 മണിക്കൂറിൽ പരമായി ഓരോ നിമിഷം സ്ഫോടനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ സ്വാഭാവികമായും രക്ഷാപ്രവർത്തകരും നാട്ടുകാരൊക്കെ തന്നെ കാഴ്ചക്കാരായി നിൽക്കേണ്ട ഒരു സാഹചര്യം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും ദയനീയമായ സംഭവം, അഞ്ചൽ വേദനാജനകമായ സംഭവം. കാരണം നഗരം പൂര ലഹരിയിലാണ്. ഇന്നലെ കൊടിയേറ്റത്തോടു കൂടി നഗരം പരിപൂർണമായി ഘടകക്ഷേത്രങ്ങളും തിരുവമ്പാടിയും പാർമേക്കവും ഒക്കെ തന്നെ പൂര ലഹരിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഈ ദുരന്ത വാർത്ത ഉണ്ടായത്. അതീവ സുരക്ഷയായിട്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഒരുക്കം നടക്കുന്നത്. പുതിയ ഒരു കാര്യമല്ല, അതീവ സുരക്ഷയായി തന്നെ. അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ പല സമയങ്ങളായി സുരക്ഷയെപ്പറ്റി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ തന്നെ പിന്നീട് പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ദുരന്തത്തെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒറ്റക്കെട്ടായി നമ്മൾ നാട് നേരിടേണ്ട ഒരു സന്ദർഭം തന്നെയാണ്. ഈ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ദേവസ്വം ഭാരവാഹികൾ, അങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് അന്വേഷിച്ചപ്പോൾ ദേവസ്വത്തിൻ്റെ ഭാരവാഹികളുമായി ഉണ്ടായ നിമിഷത്തിൽ ബന്ധപ്പെടുകയുണ്ടായി. അപ്പോൾ അവരും സ്വാഭാവികമായ ഒരു ഞെട്ടലിലാണ്. എന്നുവെച്ചാൽ ഇത്രയും സുരക്ഷയോടുകൂടി ഒരുക്കം നടക്കുന്ന സ്ഥലത്ത് എങ്ങനെ ഉണ്ടായി എന്ന ഞെട്ടലിലാണ് അവരെല്ലാവരും ഉള്ളത്. ഒരു വിവരം നമുക്കെല്ലാം ലഭ്യമാകുന്ന വിവരം 40ഓളം ആളുകൾ ഉണ്ടായിരുന്നുള്ള ഉച്ചയ്ക്ക് ഭക്ഷണവും വൈകുന്നേരം ചായ അടക്കം 40ഓളം ആളുകൾക്ക് ഇവിടെ ഭക്ഷണം എത്തിച്ചേരുന്ന ആളുകൾ പറഞ്ഞ വിവരമാണുള്ളത്. മറ്റ് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. ദേവസ്വം ഭാരവാഹികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആധികാരികമായി ഇപ്പോൾ പറയാൻ പറ്റാത്ത, കാരണം അവരും ഓരോ നിമിഷം ബന്ധപ്പെട്ട് അതിസുരക്ഷയായി നടന്നൊരു സ്ഥലത്ത് എങ്ങനെ ഇത് ഉണ്ടായി എന്നുള്ള ആശങ്കയാണ് എല്ലാവരും നിൽക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് നമ്മളും വലിയ ആശങ്ക തന്നെയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം ഈ ഒരു അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇതിനെക്കുറിച്ച് എല്ലാ തരത്തിലും ധാരണയുള്ള, വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. 40 വർഷം മുൻപ് വരെ ഈ മേഖലയിൽ ജോലിക്കെത്തിയ ആളുകളുണ്ട്. 13 വർഷം ഏറ്റവും ചുരുങ്ങിയതായി ജോലി അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ഈ ദുരന്തം വന്നു ചേർന്നത്. എന്തായാലും വലിയൊരു ആഘോഷത്തിലേക്ക് പോകേണ്ട ഒരു കാര്യമായിരുന്നു. അത് വലിയ ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത്. ഇപ്പോൾ 12 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ചില പ്രതികരണം